അതിൽ ഒന്നാമത്തെ ചോദ്യം കേട്ടോ, പിടിച്ചോ. സഹായതേട്ടം കല്ലിനോടായതാണ് ശിർക്ക്, മരത്തോടായതാണ് ശിർക്ക്, ജിന്നിനോടായതാണ് എന്ന പ്രസ്താവനയെ ചോദ്യം ചെയ്ത താങ്കൾ ഇമാം ഖുർത്തുബി സൂറത്തുൽ ഫാത്തിർ 14 നൽകിയ തഫ്സീറിനെ ചോദ്യം ചെയ്യുമോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം. കാരണം ഇത് ലോകത്ത് മുൻഗാമികളായ പൂർവ്വസൂരികളായ ആളുകൾ മുഴുവനും പറഞ്ഞു വരുന്ന തഫ്സീറാണ്. അള്ളയില്ലാത്തവരോട് തേടുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയും കല്ല്, മരം, ജമാദാത്ത്. ചിലയിടങ്ങളിൽ പറയും ജമാദാത്ത് മാത്രമല്ല ആഖലിനും അത് ബാധകമാണ്. ഏതുപോലെ ജിന്നുകളെപ്പോലെ, മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ, അമ്പിയാവുലിയാക്കളെപ്പോലെ, അതുപോലെ തന്നെ പിശാചുക്കളെപ്പോലെ, ഇങ്ങനെ ആക്കലുകളായ ശക്തികൾക്കും ഇത് ബാധകമാണ്. എന്നാൽ ജമാദാത്ത് എന്നുള്ളത് എല്ലായിടത്തും ഒരുപോലെ പറയുന്ന കാര്യമാണ്. കല്ലും മരവും എല്ലായിടത്തും ഒരുപോലെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ കല്ലിനോട് തേടിയാലും ശിർക്കാകാത്ത ഒരുതരം സഹായതേട്ടമുണ്ടത്രേ. അതിന് തെളിവുണ്ട്. അതാ രസം. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ഇനി മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉടലെടുക്കുകയാണ്. ഈ കാലം അത്രയും ഏതാണ്ട് 10-12 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന ഒരു കായികയുണ്ടായിരുന്നല്ലോ, ഇവരുടെ അസിലുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ അസില്? ആ അസിൽ എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ ഹയ്യായ ഹാദിറായ ഖാദിറായ, ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ ജിന്ന്. ഇതായിരുന്നല്ലോ ഇവർ പറഞ്ഞ കായിക. ശിർക്കാകാതിരിക്കാൻ, ജിന്നിനോട് നടത്തുന്ന സഹായതേട്ടം ശിർക്കാകാതിരിക്കാൻ ഇവർ കൊണ്ടുവന്ന റസൂലുണ്ടല്ലോ. അതെന്താ? ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ ജിന്ന്. എന്തിനാ അത് പറഞ്ഞിരുന്നത്? എന്തിനത് പറഞ്ഞിരുന്നത്? അഥവാ ഒരു സഹായതേട്ടം അത് ശിർക്ക് ആകാതിരിക്കണമെങ്കിലുള്ള ഉപാധി, തേടുന്ന ആള് ഹയ്യാകണം, ഹാദിറാകണം, ഖാദിറാകണം, മുസ്ലിമാകണം, എങ്കിലത് ശിർക്കല്ല. ഇതല്ലേ പറഞ്ഞിരുന്നത്? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കല്ലും മരവും എപ്പോഴാണ് ഖാദിറായത്? സഹായതേട്ടം ശിർക്കാകാതിരിക്കണമെങ്കിൽ ഹയ്യാകണം, ഹാദിറാകണം, ഖാദിറാകണം എന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഉസൂല്, ആ ഉസൂലോടെ പോയി. നമുക്കറിയാം, മുമ്പ് നമ്മൾ സാധാരണ പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ട് ഇല്ലാത്ത ആയത്ത് ഓതിക്കൊണ്ട് പോലും ഇവർ കൊണ്ടുവന്നൊരു ഉസൂലുണ്ടായിരുന്നല്ലോ. നമ്മളത് മുമ്പും പറഞ്ഞിരുന്നില്ലേ? കേട്ടോളൂ ആ ഉസൂല് പഠിപ്പിച്ചിട്ട് ഇവരോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ നിർവചനത്തിന് ഉതകുന്നതായ പൊതുവായ തത്വങ്ങൾ എവിടെ ഉണ്ടാകും? ആയത്തുകളുടെ ഖുർആൻ ഉണ്ടാകും. അത് ആ തത്വങ്ങളിലൂടെയാണ് പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കുന്നത്. എന്ത്? ഈ വിഷയം ഹറാമാണ്, ഈ വിഷയം ഹലാലാണ്, ഈ വിഷയം ശിർക്കാണ് എന്നിങ്ങനെയൊക്കെ. അല്ലാഹു തആല മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? അവരാരാണ്? അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് മനസ്സിലാക്കി? മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക്, ജീവനുള്ളവരോട് ചോദിച്ചാലോ പ്രാർത്ഥനയാകൂല. കാരണം ജീവനുള്ളവരോട് ചോദിക്കുമ്പോൾ എന്താകുന്നില്ല? പ്രാർത്ഥനയാകുന്നില്ല. എന്തുകൊണ്ടാണ് വിളി ശിർക്കായതും പ്രാർത്ഥനയായതും? ചോദിച്ചത് ആരോടാണ്? മരിച്ചവനോടാണ്. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കുന്നു? ആ ചോദിക്കുന്ന വ്യക്തി ആരായിരിക്കണം? ഹയ്യായിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേൾക്കാനും സന്മനസ്സും ഇല്ലാത്ത ആളുകളെ ഉദാഹരണം അല്ല പറഞ്ഞ എങ്ങനെയാണ്? ഒരുപാട് വിദൂരത്തുനിന്ന് വിളിക്കുന്നത് പോലെയാണ് ഇവരോട് കാര്യം പറഞ്ഞത്. ഒന്നും മനസ്സിലാക്കണില്ല. അപ്പൊ എന്താ അർത്ഥം? വിദൂരത്തുള്ളവരെ വിളിച്ചാൽ കേൾക്കൂല. അപ്പൊ അതിന്റെ പണ്ഡിതന്മാർ എന്തെടുത്തു? ഒരാൾ ഹാൽ, ഒരാൾ മുമ്പിലുള്ളവരാണെങ്കിൽ വിളിച്ചാൽ എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ ആ വിളിയിൽ എന്ത് വരൂല? ചുരുക്ക് വരൂല. പിന്നെ അള്ളാഹു ചുരുക്ക് ചെയ്യുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ്. ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? മയ്യിത്തിനോട് ചോദിച്ചാൽ അത് ശിർക്കാകും, ഗായിബിനോട് ചോദിച്ചാൽ അത് ശിർക്കാകും. അള്ളാഹുവിന്റെ കഴിവിൽ മാറ്റം പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാകും. അതിൽ നിന്നാണ് എന്ത് വന്നത്? ഹയ്യും ഹാദിറും ഖാദിറും വന്നത്. കണ്ടോ? ഇത് ഞാനുണ്ടാക്കിയ ഉസൂലാണോ? ഹയ്യും ഹാദിറും ഖാദിറും അനസുണ്ടാക്കിയ ഉസൂലാണോ? ഇവിടെയാണ് ചോദ്യം. മരം എപ്പോഴാ ഖാദിറായത്? നിങ്ങൾ സഹായത്തേട്ടം നടത്തുമ്പോൾ, മരത്തോട് സഹായത്തേട്ടം നടത്തുമ്പോൾ മരം എപ്പോഴാ ഖാദിറായത്? കല്ലെപ്പോഴാ ഖാദിറായത്? അതെപ്പോഴാ ഹയ്യായത്? അത് ജമാദാത്ത് എന്ന് പറഞ്ഞ തന്നെ ജീവനില്ലാത്തതുകൊണ്ടല്ലേ. അതെപ്പോഴാണ് ഹയ്യായത്? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഉസൂല് പ്രകാരം നിങ്ങൾ പറഞ്ഞത്
കല്ലിനോടുള്ള സഹായതിട്ടം ശിർക്കല്ല എന്നല്ല. അത് ഇപ്പോൾ ഉസൂല് പൊളിഞ്ഞോ അതോ നിങ്ങളുടെ വാദം പൊളിഞ്ഞോ? എന്താണ് ഈ പൊളിഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥത്തിലെ അഖീദ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണെന്നുള്ളത്? ഇന്ന് നിങ്ങളിറക്കിയ ആ പ്രസംഗവും ഇവിടെ എനിക്കെതിരെ നടത്തിയ വിചാരണയും അതൊന്നും നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് കേട്ടു നോക്ക്. നിങ്ങളുടെ വാദം എന്താണ് യഥാർത്ഥത്തിൽ? കാര്യം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് എങ്ങനെങ്കിലും ഉരുട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കും. അപ്പം പിന്നെ നേരെ പോയിട്ട് ശിർക്കാണ്, ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒളിക്കും. പിന്നെയും കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ വന്ന് മറന്നിങ്ങനെ തുടങ്ങുമ്പോൾ അടുത്ത വഴിക്ക് ഇങ്ങനെ വരും, അപ്പുറത്തെ വഴിക്ക് ഏതെങ്കിലും ഒരു ഹോജ. അപ്പോഴും മുജാഹിദുകൾ ഇങ്ങനെ പ്രതിരോധം തീർക്കുമ്പോൾ ഇവർ കയറി ഒളിക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വഴിക്ക് ഇതെങ്ങനെങ്കിലും നടത്തിയെടുക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ഇവരെ പിശാച് ശരിക്കും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിരോധത്തിന്റെ കോട്ടയ്ക്ക് മുന്നിൽ ആ കോട്ടയെ തകർക്കാൻ ഈ ജിന്നുവാദികൾക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയില്ല. ആ രൂപത്തിലാണ് നിങ്ങളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എത്ര മാറ്റമാണ് ഇന്നത്തെ പരിപാടിയിലൊക്കെ, ഇന്നത്തെ പ്രസംഗത്തിലൊക്കെ അദ്ദേഹത്തിനുള്ളത്. ആലോചിച്ച് നോക്ക്. അപ്പോ ഇവിടെ ഒരു ചോദ്യം, ഒരു ഉസൂല് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഉസൂലിന്റെ പേരാണ് ഹയ്യ ഹാദർ ഖാദർ ഉസൂല്. ഈ ഹയ്യ ഹാദർ ഖാദർ ഉസൂല് പ്രകാരം ഹാരിസ് ബിൻ സലീമിന്റെ വാദം, ആ പെരിന്തൽമണ്ണ ഖത്തീബിന്റെ വാദം അപകടകരമായ വാദമാണ്. നിങ്ങളുടെ ഉസൂല് പ്രകാരം നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാക്കണം. ഒരു ജനതയെ വിളിച്ചിരുത്തിയിട്ട് വാദം പറഞ്ഞു കൊടുക്കണം, അടച്ചിട്ട മുറിയിരുന്നിട്ട് ഈ തോന്നിയാസം പഠിപ്പിക്കണം. അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോ വിചാരണയുടെ ഒരു കൊമ്പും കൊണ്ട് ഇളക്കിയിട്ട് ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾ വിചാരിച്ചോ? അല്ലെങ്കിൽ അന്നത്തെ പ്രസംഗം വെച്ച് ഹാരിസ് ബിൻ സലീം മുന്നിലിരിക്കട്ടെ, അദ്ദേഹം സമർത്ഥിക്കട്ടെ ദീനിയായ ഇൽമിയായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്ന്. ആ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിൽ ശുദ്ധ പോസ്കുണ്ട്, അനിസ്ലാമിക വാദമുണ്ട്. അത് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിനെ തൊടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, വിസ്റ്റം വിഭാഗത്തിലെ ഒരുത്തനും സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വെച്ചിട്ട് ഒരു ചർച്ചയ്ക്കിരിക്കട്ടെ. നിങ്ങളോട് അത് വിളിക്കണൽ കാര്യമില്ല എന്നറിയാം. മനസ്സിലാക്കണം. നിങ്ങൾ ആകെപ്പെട്ട് അവലൂസായിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളിപ്പോഴും പാവപ്പെട്ട വിസ്റ്റം പ്രവർത്തകരൊക്കെ വിളിച്ചിരുത്തി അങ്ങനല്ല ഇങ്ങനല്ല എന്ന രഹസ്യ മീറ്റിംഗ് ഒക്കെ നടത്തുന്നതും ഞങ്ങൾക്കറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ ബാക്കിയുണ്ട്. അള്ളാഹുവിനെയും പരലോകത്തെയും പേടിക്കുന്ന മനുഷ്യർ ബാക്കിയുണ്ട്. അവർ നിങ്ങളോട് ഈ രൂപത്തിൽ ചോദ്യങ്ങൾ ചെയ്യുകയും നിങ്ങളെ ഇപ്പോൾ അവർ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. വിസ്റ്റം പ്രവർത്തകർ ഇപ്പോൾ നിങ്ങൾ വിചാരണ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോ ഇവിടെ ചോദ്യം, നിങ്ങൾ ഉണ്ടാക്കിയ ഉസൂല് രണ്ടാമത്തെ ചോദ്യമാണ്. സഹായത്തേട്ടത്തിന്റെ വിഷയത്തിൽ ജിന്നുവാദത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരുന്ന ഹയ്യ ഹാദർ ഖാദർ എന്ന ഉപാധി ഇപ്പോൾ നിങ്ങൾ പിൻവലിച്ചോ? രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ മറുപടി പറഞ്ഞോളാം കുറിപ്പിട്ടിട്ട് കാര്യങ്ങൾ. കുറിപ്പ് ഭയങ്കര പ്രശ്നമാണ്. ഇന്നത്തെ കുറിപ്പ് ഞാൻ വായിച്ചപ്പോഴും ഞാൻ മറുപടി പിന്നെ പറഞ്ഞോളാം. ഇനി എപ്പോൾ പറയാനാ ഇത്? പിന്നെ നിങ്ങളെന്തിനാ ഇതും പറഞ്ഞിറങ്ങിയത്? ഞാൻ പിന്നെ എപ്പോ? അത് കഴിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾ 2 വീഡിയോ ഇറക്കിയല്ലോ. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഇന്നിറക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊന്നിറക്കി. നിങ്ങൾ ഇതൊന്നും മറുപടി പറയാതെ ഇനി എപ്പോൾ മറുപടി പറയാനാ? ഈ കൗമൊക്കെ പിഴച്ച് വലാലത്തിലായി അവസാനം ഖബറിലെത്തി മുങ്കർ നക്കീർ ഒരു ചോദ്യം ചെയ്യുമ്പോഴോ അപ്പോഴാണ് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയാൻ പോണത്. ഇവിടെ എന്നെ വിചാരണ ചെയ്യാൻ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങൾ 1-ാം തീയതി മുതൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ഈ എണ്ണമിട്ട് മറുപടി പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് എണ്ണം വീഴുന്നില്ല അങ്ങോട്ട്. ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് എന്ന്. നിങ്ങൾക്കിപ്പോൾ എണ്ണം ഇങ്ങോട്ട് വരുന്നില്ല. ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ എണ്ണം ഇങ്ങോട്ട് വരുന്നില്ല. കാരണം നിങ്ങൾ എണ്ണി ചോദിച്ചാൽ ഞങ്ങൾ എണ്ണി മറുപടി പറയുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു.